ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് വൈജ പറയും, അങ്ങനെ ഇപ്പം എന്നെ തോൽപ്പിക്കാനൊന്നും ആരും കരുതണ്ട. ശിവേട്ടനോടും രാജുവേട്ടനോടും പറഞ്ഞ് ഞാൻ ഈ വീട് വിട്ടിറങ്ങും, കൂടെ എൻ്റെ മക്കളും കാണും എന്ന് പറഞ്ഞ് റൂം വിട്ടിറങ്ങാണ്. അത് കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ നല്ല ടെൻഷനോടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ വാശി എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള നല്ല പേടിയുണ്ട്. അതേസമയം നമ്മുടെ വൈജ ചെന്ന് കയറുന്നത് അടുക്കളയിലേക്കായിരിക്കും. അവിടെയാണെങ്കിൽ അലീന മുത്തശ്ശിക്കുള്ള കാപ്പി റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരിക്കും. അലീന വൈജയെ കാണുമ്പോൾ ഒന്ന് ചിരിക്കും കേട്ടോ. വൈജയാണെങ്കിൽ കലി പൂണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, നീ ജയിച്ചെന്ന് വിചാരിച്ച് അഹങ്കരിക്കണ്ട. അതിന് ഞാൻ ആരോടും മത്സരിക്കുന്നില്ലല്ലോ. മത്സരം കലാപമൊക്കെ മാഡത്തിന്റെ മനസ്സിൽ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെ ഞാൻ ഓടിച്ച് വിട്ടതല്ലടി, പിന്നെ എന്തിനാ നീ ഇങ്ങ് വലിഞ്ഞു കയറി വന്നത്? നീ പറഞ്ഞിട്ടായിരിക്കും ബാലേന്ദ്രൻ ദത്തപുത്രിയുടെ സ്ഥാനത്തേക്ക് നിന്നെ നിയമിച്ചത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനൊന്നും പറഞ്ഞില്ല മാഡം, എന്നെ തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ സാറ് തന്നെയാ. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, മാഡം എന്നെ മോളായിട്ട് കാണണം, എന്നെ മോളേന്നൊന്ന് വിളിക്കണം. മാഡത്തിന്റെ മക്കളുടെ പ്രായമല്ലേ എനിക്കുള്ളൂ, എന്നിട്ട് എനിക്ക് മരിച്ചാലും വേണ്ടില്ല എന്ന് പറയുമ്പോൾ, അയ്യടാ, ഒരു 10 ജന്മം എടുത്താലും നീ എൻ്റെ മകളാവില്ലടി. അതിനെ എൻ്റെ വയറ്റിൽ തന്നെ ജനിക്കണം. ബാലേന്ദ്രൻ പ്രഖ്യാപിച്ചതുപോലെ ദത്തുപുത്രിയല്ല, എൻ്റെ മകളായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വയറ്റിൽ തന്നെ ജീവിക്കണം. എൻ്റെ 3 മക്കളും എൻ്റെ വയറ്റിലുണ്ടായതാ. അവരെയൊക്കെ നിന്നോട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിനക്കെന്താ യോഗ്യത എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ അലീനയ്ക്ക് ആകെ സങ്കടാവാണ്. ദത്തുപുത്രി എന്ന് കടലാസിൽ എഴുതാൻ കൊള്ളാം, പറയാൻ കൊള്ളാം, അല്ലാതെ പുലിക്കളിക്ക് പുലിവേഷം കെട്ടിയാൽ പുലി ആവില്ല കേട്ടോ. എൻ്റെ മകളാണെന്നെങ്കിലേ നിന്റെ ഞരമ്പിലൂടെ ഒഴുകുന്നത് എൻ്റെ ചോരയാവണം. ബാലചന്ദ്ര ഇപ്പോ നിന്നെ ദത്തുപുത്രിയായിട്ട് പ്രഖ്യാപിച്ചു, ഇനി അത് നാളെ മാറ്റിക്കൂടാന്നില്ല. ഈ വീട്ടിലെ വലിയ മകളായിട്ടേ നീ അങ്ങനെ അഹങ്കരിക്കേണ്ടടി എന്നും പറഞ്ഞ് അങ്ങ് പോകുന്നു. അവിടെ നിന്ന് വീണ്ടും തിരിച്ചു വന്ന അലീനയോട് പറയും, ഈ വീട്ടിലെ നമ്മൾ രണ്ടുപേരും വാഴത്തില്ല, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്നും പറഞ്ഞ് അങ്ങ് പോവുകയാണേ. അങ്ങനെ വൈജ പോയതിന് ശേഷം അലീന കോഫിയുമായിട്ട് മുത്തശ്ശിയുടെ റൂമിലെത്തുകയും, മുത്തശ്ശിയാണെങ്കിൽ അന്നേരം ബെഡിൽ ഇങ്ങനെ ഇരിക്കുക. മുത്തശ്ശി റിലാക്സ് ചെയ്യാണോ എന്നും ചോദിച്ചാൽ കോഫി കൊടുക്കാൻ കേട്ടോ മുത്തശ്ശിയുടെ കയ്യിൽ. നീ ഭരണം ഏറ്റെടുത്തോടി, എനിക്ക് ഭരിക്കൊന്നും വേണ്ട മുത്തശ്ശി, ഞാൻ നിങ്ങളെ സഹായിക്കാനും ശുശ്രൂഷിക്കാനുമാണ് ഇവിടെ വന്നത്. മുത്തശ്ശിക്ക് ഇപ്പൊ ഭേദായോ? എണീറ്റ് നടക്കാനൊക്കെ ശ്രമിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓ അതിനൊക്കെ ആർക്കാടി ഇവിടെ സമയം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പറയും, എന്നെ എല്ലാരും കൂടി ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ മുത്തശ്ശി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ബെൽറ്റ് അഴിച്ച് പിച്ച വെച്ച് നടന്നേനെ. എല്ലാരും കൂടി പറഞ്ഞു വിട്ടോണ്ടാന്ന് വീണ്ടും പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ഒന്നും മിണ്ടാതെ നിൽക്കുക കേട്ടോ. എനിക്കറിയാം മുത്തശ്ശിക്ക് എന്നോട് വിരോധം എന്നൊക്കെ, പക്ഷെ എനിക്ക് ആരോടും വിരോധമില്ല. ബ്രിജിത്ത മമ്മി പറഞ്ഞിട്ടുണ്ട്, എത്രയൊക്കെ ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റ് ചെയ്തവരോടും നമ്മൾ ക്ഷമിക്കണമെന്ന്. പക്ഷെ അത്രയ്ക്കൊന്നുള്ള കഴിവ് എനിക്കില്ല. പക്ഷെ അറിയാതെ ചെയ്ത തെറ്റുകളായതുകൊണ്ട് എനിക്ക് ക്ഷമിക്കാമെന്ന് പറയാൻ കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എടി നീ പോയാൽ ഈ കുടുംബം രക്ഷപ്പെടുമെന്ന് ഞാനും കരുതി, അതുകൊണ്ടാ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ ഞാനും ശ്രമിച്ചത്. എത്രയൊക്കെ ആയാലും എൻ്റെ പെറ്റ മോളല്ലടി വൈജ, അവൾക്കൊരു സങ്കടം വന്നാൽ എനിക്ക് സങ്കടം ഉണ്ടാവില്ലേ? എനിക്കറിയാം മുത്തശ്ശി എന്ന് പറയാൻ കേട്ടോ അലീന. അപ്പൊ മുത്തശ്ശി ചോദിക്കും, നിന്നെ ദത്തുപുത്രിയായിട്ട് ബാലേന്ദ്രൻ പ്രഖ്യാപിച്ചല്ലോ, അതൊരു ബഹുമതിയാ സാറിന് സാറിന്റെ മനസ്സിൽ എന്റെ സ്ഥാനം അങ്ങനെയാണ്. അത് വെറുതെ പറഞ്ഞല്ല മുത്തശ്ശി, അത് സാറിന് മാത്രമേ കഴിയുള്ളൂ, മറ്റാർക്കും കഴിയില്ല. ഞാൻ അന്നും എന്നും എന്നും ഓർഫനേജിൽ നിന്ന് വന്നിട്ടുള്ള അനാഥ എന്ന് നിങ്ങൾക്കൊക്കെ തോന്നത്തുള്ളൂ. അതിനി മാറാനും പോകുന്നില്ല, അതിലെനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വൈജയ്ക്ക് നിന്നെ ദത്തുപുത്രി ആക്കിയതിൽ തീരെ ഇഷ്ടമല്ലാന്ന്. ഇഷ്ടപ്പെടണ്ട, എന്നെ അങ്ങനെ കാണുകയും വേണ്ട. ഏത് വേഷം എടുത്തിട്ടാലും ഞാൻ അലീന തന്നെയല്ലേ മുത്തശ്ശി, എനിക്ക് ഇവിടെ നിന്ന് ഒരു ചില്ല് കാശ് വേണ്ട, ആ പേരും പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ വൈജ ഇവിടെ നിൽക്കുന്നില്ലെന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ, വേണ്ട നിൽക്കണ്ട, അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥയല്ലേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കും, അതെന്തിനാ നീ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല, കേവലം ഒരു വേലക്കാരിയെ പറഞ്ഞു വിടാൻ കഴിയാത്ത ഈ വീടിന്റെ മഹാറാണി എന്നെ പറഞ്ഞു വിടാത്ത പ്രതിഷേധത്തിൽ വീട് വിട്ടു പോകുന്നത് എത്ര പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണെന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ ആ വിഷയമൊക്കെ വിട്ടിട്ട് നമ്മുടെ അലീന പറയും, മുത്തശ്ശി കാപ്പി കുടിക്ക്, എന്നിട്ട് വേണം ഈ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ എടുത്തു മാറ്റി മുത്തശ്ശിയെ ചെറു ചൂടുവെള്ളത്തിൽ മേലെ കഴുകിക്കാൻ, എന്നിട്ട് ഈ മുഷിഞ്ഞ സാരിയൊക്കെ അങ്ങ് മാറ്റണം. മുത്തശ്ശി റെഡിയാണോ? ഞാൻ റെഡിയാണ് എന്ന് പറയണേ. അതിനുശേഷം വൈജയാണെങ്കിൽ കമലയെ വിളിക്കുന്നു. എന്നിട്ട് പറയും, കമലയെടുത്ത് ഇപ്പോൾ ഫ്രീ ആണോ? അതെ വൈജയെ, പറഞ്ഞോ എന്ന് പറയുമ്പോൾ, ബാലേന്ദ്രൻ ഇന്നലെ വന്നിട്ടുണ്ട്, അത് പറയാനേ വിളിച്ചേ. ഓ വന്നോ? കൂടെ ആ അലീന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഓ ഉണ്ടല്ലോ. അപ്പോ കമല ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരാഴ്ച റിസോർട്ടിലൊക്കെ താമസിച്ച് വന്നപ്പോൾ അവളുടെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ടാവല്ലോ, അതൊക്കെ അങ്ങ് വിട്ടേക്ക്. ബാലേന്ദ്രൻ പറയുന്നതേ അതാ അവളുടെ മകളാണെന്ന്. അതെപ്പോ സംഭവിച്ചു എന്ന് ചോദിക്കട്ടെ കമല. അവളെ ദത്തുപുത്രിയായിട്ട് സ്വീകരിച്ചെന്ന്. അത് കൊള്ളാലോ, നീയൊക്കെ എന്നിട്ട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വൈജ പറയും, അതിന് വേണ്ടിയിട്ട് ആര് സംസാരിക്കാനാ? രോഹിത് ആണെങ്കിൽ ഒരു തെമ്മാടിത്തരം ചെയ്തു വെച്ചോണ്ട് ബാലേന്ദ്രനോട് സംസാരിക്കാനേ പറ്റത്തില്ല. പിന്നെ
ബബിമോൾക്കാണെങ്കിൽ അച്ഛനെ പേടിയാണ്. കൃഷ്ണമോളുടെ കാര്യം പറയണ്ടല്ലോ, അവൾ അച്ഛൻ എന്ത് ചെയ്താലും അതൊക്കെ ശരിയാണ്. പിന്നെ അച്ഛൻ്റെ ഒരു പെറ്റാണല്ലോ അവള്. പിന്നെ ഇപ്പൊ ആര് സംസാരിക്കാനാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കമല പറയും, ഇതൊക്കെ ബാലചന്ദ്രന്റെ അടവാ വൈജയ്, നിന്നെ പറ്റിക്കാനായിട്ട്. ദത്തുപുത്രിയാണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്നും വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ലല്ലോ. അതിനുവേണ്ടി ബാലചന്ദ്രൻ തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു കഥയാണിത്. ഒന്നും വിശ്വസിക്കല്ലേ. നിനക്കൊക്കെ ആ വേലക്കാരിയെ അവിടുന്ന് പറഞ്ഞു വിടാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാടി നീയൊക്കെ? കമലയിടത്തി എന്തെങ്കിലും ഒന്ന് ചെയ്യ് എന്ന് പറയുമ്പോൾ കമല പറയും, ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ തന്നെ രാജീവിനെ വിളിച്ച് കാര്യം പറയും, ഞാൻ ശിവേട്ടനെ വിളിച്ച് കാര്യം പറയാം. ഇതൊന്നും കേട്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ വയ്യ. പിന്നെ എങ്ങനെയാ നീയൊക്കെ അവിടെ നിൽക്കുന്നേ എന്ന് ചോദിക്കാട്ടോ കമല. നല്ല എരു കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും വൈജയുടെ ഫോണിലേക്ക് മറ്റൊരാൾ ഫോൺ വിളിക്കുകയാണ്. എങ്കിൽ പിന്നെ വിളിക്കുക കമലയിടത്തി, വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ മനു വന്ന് കയറുമ്പോൾ രഞ്ജു ആയിരിക്കും കേട്ടോ അതിൽ തുറന്നു കൊടുക്കുന്നത്. അമ്മ എന്തേലും ചോദിക്കുമ്പോൾ ഫോണിലാണ്. ഇപ്പൊ അച്ഛനോടാന്ന് തോന്നുന്നു. കുറച്ച് നേരത്തെ ആന്റി ഉണ്ടായിരുന്നു ലൈനിൽ എന്ന് പറയണേ. എന്താ വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് വിശേഷമുണ്ട്, എങ്കിൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ രഞ്ജു പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അവിടെ നടന്ന സംഭവങ്ങള്. ബാലേന്ദ്രൻ ദത്തുപുത്രിയായിട്ട് അലീനയെ ഡിക്ലെയർ ചെയ്തു എന്ന് പറയുമ്പോൾ ഞെട്ടിപ്പോവാണ് കേട്ടോ മനു. അതെയോ, അങ്ങനെയൊക്കെ ഉണ്ടായോ? എന്നിട്ട് ആന്റി ഒന്നും മിണ്ടിയില്ല? ആന്റി ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. കലാപം നടക്കുമ്പോഴേക്കും അതിനെ അടിച്ചമർത്തി വിട്ടില്ലേ അങ്കിള് എന്ന് പറയാൻ കേട്ടോ. ആന്റി പിന്നെ ഒരു തെല്ലും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോട്? അങ്കിളിനോടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, അമ്മയോട്. അതങ്ങനെ ആ വഴിക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ രഞ്ജു ചോദിക്കും, ശരിക്കും ഈ അലീന ബാലേന്ദ്ര സാറിന്റെ മകള് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ പോടി അവിടുന്ന്, പിന്നെ എന്തിനാ അങ്കിൾ ഇത്രയ്ക്കും ബലം പിടിക്കുന്നേ? അതാ എനിക്കും മനസ്സിലാവത്തെ എന്ന് പറയുന്നുണ്ട് കേട്ടോ മനു. എന്തായാലും എനിക്കൊരു കാപ്പി എടുക്കോ നീ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഫോണിൽ റീചാർജ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ് രഞ്ജു ഒരു കാപ്പി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. പിന്നീട് നമ്മുടെ അലീനയാണെങ്കിൽ മുറ്റം അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോവുമായിരിക്കും. ആ സമയത്ത് ഇപ്പോഴും ജോലിക്കൊരു മാറ്റം ഇല്ലല്ലേ എന്ന് ചോദിച്ചിട്ട് കൃഷ്ണ വരുന്നുണ്ട്. എന്നിട്ട് ആ ചൂലിങ് തന്നെ ചേച്ചി ഞാനൊന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങി അടിക്കുമ്പോൾ നമ്മുടെ അലീന പറയും, അയ്യോ വേണ്ട, നിനക്ക് ഒരുപാട് പഠിക്കാനുള്ളതല്ലേ എന്ന്. അതൊക്കെ കഴിഞ്ഞു ചേച്ചി, എന്നിട്ടാ ഞാനിങ്ങ് വന്നത്, ഞാനും ഇതൊന്ന് നോക്കട്ടേന്നേ എന്നും പറഞ്ഞ് അങ്ങനെ അടിച്ചു വാരാണേ. ചേച്ചി പോയൊരു ചായ ഇട് എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന ചോദിക്കും, നീ എന്നെ അപ്പൊ ചേച്ചിയായി തന്നെ അംഗീകരിച്ചോ, സോറി ദത്തുപുത്രിയായിട്ട് അംഗീകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതുക്കും മേലെ ചേച്ചി എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ എന്റെ സ്വന്തം ചേച്ചിയായിട്ട് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയണേ. ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞില്ല സ്വന്തം മോളാണെന്ന്, അപ്പോ എന്റെ ചേച്ചിയാണല്ലോ എന്ന് പറയണേ. എങ്കിൽ പിന്നെ ഞാൻ ചായ ഇടാവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അങ്ങ് കിച്ചണിലോട്ട് പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് ചായയും കൊണ്ട് പോകുന്നതാണ്. ഗുഡ് മോർണിംഗ് സർ എന്ന് പറഞ്ഞ് ചായ കൊടുത്ത് കുടിക്കാൻ നേരം നമ്മുടെ അലീന പറയും, 85 ഡിഗ്രി സെന്റിഗ്രേഡ് ഉണ്ട്, ചൂട് കറക്റ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുറച്ച് കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് ചെവിക്ക് പിടിക്കാനുണ്ട് ബാലേന്ദ്രൻ. അല്ല താഴെയുള്ള അന്തരീക്ഷമൊക്കെ എങ്ങനെയാന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ എന്നെ ചേച്ചിയായിട്ട് അംഗീകരിച്ചു, പക്ഷെ ബാക്കി ആരും അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കൃഷ്ണമോളെ അവൾക്ക് എന്റെ ജീനാണ്, കൈതക്കൽ മാളിക വീടിന്റെ ഒരു ജീനും കിട്ടിയിട്ടില്ല അവൾക്ക്. മറ്റു രണ്ടുപേരുടെയും കഥ എന്താന്ന് ചോദിക്കുമ്പോൾ ദേഷ്യം ഉണ്ടല്ലോ. പിന്നെ കാല് വന്ന നായയായിട്ട് പാഞ്ഞു നടക്കുകയായിരിക്കും വൈജ, അതെനിക്കറിയാന്ന് പറയാൻ കേട്ടോ ബാലേന്ദ്രൻ. ഇതൊക്കെ ശരിയാവോ എന്ന് അലീനയുടെ അടുത്ത് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മുറിവുണ്ടായതല്ലേ, ഉണങ്ങാൻ കുറെ സമയം എടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, എൻ്റെ ദത്തുപുത്രിയായിട്ടുള്ള ഫീലിങ്സ് എന്താന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ പറയില്ല എന്ന് പറയണേ. എടോ എനിക്ക് കേൾക്കാനുള്ള കൊതിയുണ്ടാന്ന് പറയുമ്പോൾ അങ്ങനെ ശരിക്കും എനിക്കൊരു ഫീലിംഗ് ഇല്ല, അയ്യോ നശിപ്പിച്ചു എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ തന്നെ അലീന പറയുന്നുണ്ട്, സാറിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ കൂടപ്പിറപ്പുകളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എൻ്റെയും കൂടെ അച്ഛനല്ലേ. സാറിൻ്റെ നോട്ടം, സാറിൻ്റെ സംസാരം, സാറിൻ്റെ നടത്തം എല്ലാം എൻ്റെ അച്ഛൻ്റെ പോലെ. ഞാൻ വന്ന നാൾ മുതൽ വിചാരിച്ചിരുന്നു ഈ അച്ഛൻ്റെ മകളായിട്ട് ജനിക്കാതിരുന്നത് എന്താ എന്ന്. അതിലെനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കും, ഇപ്പോഴും നിനക്ക് ആ സങ്കടം ഉണ്ടോന്ന്? ഇല്ല, എനിക്കിപ്പോൾ ആ സങ്കടം ഇല്ല, എല്ലാം പോയി. സാറിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എനിക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ തന്നെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയാണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. ബൈ.